ഹലോ വീട്ടമ്മാസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ഓയിൽ വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പട്ട, ഏലക്ക, കറുത്ത ഏലക്കയില്ലേ അത്, പിന്നെ ഗ്രാമ്പൂ, ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ സവാള അരിഞ്ഞതാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ സവാള വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക്, ഇത് അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ ഒന്ന് മാറണവരെ അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പൊ പച്ചമുളകൊക്കെ ചേർത്തോണ്ട് അതിന് നല്ല എരിവുണ്ടാവില്ല. അപ്പൊ എരിവിനനുസരിച്ചാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ഒക്കെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് അതൊന്നും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തക്കാളി വേവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുക്കറിന്റെ മൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇടയ്ക്ക് കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കുമെങ്കിൽ. ഇപ്പൊ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി ഒന്ന് തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. മല്ലിച്ചീരയും പുതിനയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള നമുക്ക് ചോറിൽ ഇടാനായിട്ടാ. ഞാനിപ്പോൾ 2 പിടി മല്ലിച്ചീരയും പുതിന അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ 2 കിലോ ബീഫാണ് ട്ടോ ഞാൻ എടുത്തേക്കണത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മസാലയൊക്കെ ബീഫിൽ എല്ലായിടത്തും എത്തണ പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കറിന്റെ മൂടി അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ ഞാനൊരു 5 വിസിലിനാണ് ട്ടോ ഇത് വേവിച്ചെടുക്കണത്. 5 വിസിൽ വന്നു കഴിയുമ്പം ഓഫ് ചെയ്തിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറക്കാട്ടോ. ഇനി ഇതില് നമുക്ക് ഈ ഇറച്ചിയിലുള്ള വെള്ളമില്ലേ, അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ആ വെള്ളം അളന്നെടുത്തിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരി വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ അരിയും ഇറച്ചിയൊക്കെ കൂടെ ഒരുമിച്ച് വേവിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയിലത്തെ വെള്ളം ഒരു കപ്പ് ഉണ്ടായിരുന്നു, അതായത് 1 ലിറ്ററിന്റെ കപ്പില് 1 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇറച്ചി 2 കിലോ ആണ് എടുത്തേക്കണം.
1.5 കിലോ അരിയാണ് ട്ടോ ഇടണത്. അപ്പൊ 1.5 കിലോ അരിക്ക് ഇത് 1 കിലോത്തിന്റെ കപ്പിലാണ് ട്ടോ വെള്ളം ഉള്ളത്. അപ്പൊ ഇതില് 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കണത്. 2 കപ്പ് സാധാരണ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിന അരിഞ്ഞത് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നല്ലതുപോലെ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 1.5 കിലോ അരിയാണ് ട്ടോ. 1.5 കിലോ അരിക്ക് 1 കിലോത്തിന്റെ കപ്പിലാണല്ലോ നമ്മൾ വെള്ളം ഇടുന്നത്. ആ ഒരു കപ്പിൽ തന്നെയാണ് അരി എടുത്തേക്കണത്. അതിൽ 1.5 കപ്പാണ് അരി എടുത്തത്. അപ്പൊ അതിന് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് നമ്മുടെ ഇറച്ചി വേവിച്ചതിന്റെ ഗ്രേവിയും 2 കപ്പ് സാധാരണ വെള്ളം ചേർത്തിട്ടാണ് ട്ടോ അരി വേവിച്ചെടുത്തേക്കണത്. ഇപ്പൊ ഇവിടെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് ദമ്മിലിട്ട് കൊടുക്കാം. നേരിയ തീയിൽ ദമ്മിലിട്ട് കൊടുക്കാം. ദമ്മിലിട്ട് കൊടുക്കുമ്പോൾ അടി പിടിക്കണ പാത്രമാണെങ്കിൽ അതിൽ അടിയിൽ ദോശക്കല്ലില്ലേ, ഇരുമ്പിന്റെ ദോശക്കല്ലൊന്ന് വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം കേട്ടോ ഈ ബിരിയാണി പാത്രം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ആവി ഒട്ടും പോവാണ്ടിരിക്കാനായിട്ട് അതിന്റെ മുകളിൽ ഞാൻ വെയിറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി നല്ല റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇറച്ചിയും ചോറും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുകളിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് ട്ടോ. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.